ഹലോ, നമ്മൾ ക്ലിനിക്കിലിരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, എൻ്റെ കുട്ടി മതിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ല, വൈറ്റമിൻസ് കഴിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭക്ഷണം കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട്, അതായത് കാല് വേദന, കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള വേദന, പിന്നെ മുഖത്ത് കുത്തായിട്ട് വൈറ്റ് സ്പോട്ടുകൾ വരിക, മുഖത്ത് മാത്രമല്ല പുറത്തൊക്കെ ആയിട്ട് വരിക, പിന്നെ കൈയിൻ്റെ അവിടെയൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അയണൊക്കെ കുറഞ്ഞിട്ട് തലകറക്കമൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ എന്നോട് പേഷ്യൻ്റ് ചോദിച്ചു, ഡോക്ടറുടെ കുട്ടികൾക്ക് ഡോക്ടർ എന്താ കൊടുക്കാറ് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു 5 വയസ്സായിട്ടുള്ള മോന് ഒരു ദിവസം, സ്കൂളിൽ പോകുന്ന മോന്, UKG പഠിക്കുന്ന മോന് ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണാം. ഒരുപാട് വെറൈറ്റി ഡിഷസുകളോ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ സിമ്പിളായിട്ട് ചെയ്തെടുത്ത സാധനങ്ങൾ വെച്ചിട്ട്, പിന്നെ എസ്പെഷ്യലി വർക്കിംഗ് മദർ ആയതുകൊണ്ട് ഓവറായിട്ട് കുക്കിങ്ങിനൊന്നും എനിക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ടൈമിനനുസരിച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ന്യൂട്രീഷ്യസ് ആക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണൂ. ഞാൻ ഒരുപാട് നേരത്തെ എണീക്കുന്ന ആളൊന്നുമില്ല. ഒരു രാവിലെ എനിക്ക് 6 മണി തൊട്ടിട്ട് 8:30 വരെയാണ് കുക്കിങ്ങിൻ്റെ ടൈമുള്ളത്. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ മോന് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞയക്കണം. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ കഴിക്കുകയും വേണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് റാഗി ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വലാക്കി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് കുഴയ്ക്കുക പരുത്തൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്, കറി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഉച്ചയ്ക്കത്തെ ഉപ്പേരി, കിഴങ്ങ് ഉപ്പേരി പോലെ ആക്കിയിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ സാധനം രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കൊടുത്തു. അതിൻ്റെ ഒപ്പം കുറച്ച് സ്നാക്ക് ബോക്സത്തെ വെജിറ്റബിൾസ് കൂടെ കൂട്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ആക്കിയിട്ട് അങ്ങനെ ഒരു ചപ്പാത്തിയെ കഴിച്ചുള്ളൂ. അങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ ചായയും കാപ്പിയും പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, കൊടുക്കാറില്ല. ഇനി എല്ലാവരും കുടിക്കുന്നുണ്ട് നിർബന്ധമാണെന്ന് പറയുകയാണെങ്കിൽ, എല്ലാവരും കുടിക്കുമ്പോൾ കുട്ടികൾക്കൊരു കൊതിയല്ലേ, അപ്പോൾ അങ്ങനെ കൊതിയൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ. അതിനും പകരം ഞാൻ ഈ ചുക്കുവെള്ളം അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക, തുളസി ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അത് തന്നെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാറും. അപ്പോൾ അങ്ങനെ ആ തിളപ്പിച്ച വെള്ളമാണ് രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചായക്ക് പകരമായിട്ട് കൊടുക്കാറ്. പിന്നെ സ്നാക്ക് ബോക്സിൽ പല സാധനങ്ങളും മാറ്റി മാറ്റിയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ ഈ മറ്റേ ക്യാരറ്റും നമ്മുടെ കുക്കുംബറും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് സാൾട്ടും പിന്നെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സാലഡ്, അതാണ് ഞാൻ സ്നാക്ക് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ആ കിഴങ്ങില്ലേ, ആ ഒരു കിഴങ്ങുപ്പേരിയും പിന്നെ കുറച്ച് ഈ നെല്ലിക്ക കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, വൈറ്റമിൻ സി റിച്ച് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പം നെല്ലിക്ക തേങ്ങ ഇട്ടിട്ട് അരച്ചിട്ടുള്ള ചമ്മന്തി, മിക്സിയിൽ അരച്ചിട്ടുള്ള ചമ്മന്തി, ചെറിയ പുളിപ്പൊക്കെ ആയിട്ടുള്ളൊരു ചമ്മന്തി, പിന്നെ ഒരു കണ്ണിമാങ്ങ മോൻ്റെ ഫേവറേറ്റ് ആണ്, അതും കൂടെയാണ് ഞാൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈവനിങ് ഞാൻ ക്ലിനിക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, വീട്ടിൽ നിന്നാണ് കൊടുക്കാറ് മിക്കവാറും. അപ്പോൾ ഈവനിങ്ങിൽ അധികവും ഈ പുഴുങ്ങിയ മുട്ട, ചിലപ്പോൾ അത് കാടമുട്ടയായിരിക്കും, അല്ലെങ്കിൽ കോഴിമുട്ട ആണെങ്കിൽ 2 എണ്ണമൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ അതും സാൾട്ടും പെപ്പറും ഇട്ടിട്ട് അതങ്ങനെ കഴിക്കാൻ കൊടുക്കാറാണ്. അല്ലെങ്കിൽ ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് പുഴുങ്ങിയ മുട്ടയിട്ട് ഒന്ന് ഇങ്ങനെ ചട്ടിയിലിട്ട് മറിച്ചിട്ടെടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും അതാണ് കഴിക്കാറ്. പിന്നെ ചില ദിവസങ്ങൾ നല്ല കളിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ആ മുട്ടയൊന്നും പറ്റില്ല, ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ ചോറ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ നോൺ വെജ് കറികൾ ഒക്കെ കൂട്ടിയിട്ട്, നോൺ വെജൊക്കെ ഉച്ചക്കത്തെ ഉണ്ടാക്കുന്ന കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കാറുണ്ട് വൈകുന്നേരം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാത്രി അധികം ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ, ഒരു 7 മണി 7:30 ആകുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ പാല് കൊടുക്കാറുണ്ട്. ഒരു 200 ml ഒരു ചെറിയ ഗ്ലാസ് പാല്, ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടും, അല്ലെങ്കിൽ മാൾട്ട് പോലെ
നമ്മുടെ മെഡിസിൻ ഉണ്ട്, ഹോമിയോ മെഡിസിൻ ഉണ്ട്, മാൾട്ട് പോലത്തെ മെഡിസിൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാൽ, അത് ഇഷ്ടമാണ് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ വൈകുന്നേരം കൊടുക്കും. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കും. പിന്നെ അവർക്ക് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കുന്ന കാര്യമാണ്, വിശപ്പുണ്ടോ, ഇനി വേണോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാറില്ല. അങ്ങനെ വിശപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു ഇതാണ്. പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചോദിക്കും മതിയായോ എന്ന് ചോദിക്കും. അവരുടെ വയറ് നമുക്കറിയില്ലല്ലോ, അവരുടെ വിശപ്പ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അതിനെനിക്ക് എപ്പോഴും കുട്ടികളെ അങ്ങനെ ഇതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുട്ടികളുടെ വിശപ്പിനും കുട്ടികളുടെ വയറും അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവർ പറയാനായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഫുഡ് മെനു. ഇത്രയൊക്കെയാണ് ഒരു ദിവസം ഞങ്ങൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പല ദിവസങ്ങളും മാറ്റിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക. പിന്നെ സ്കൂളിലൊരു 500 ml വെള്ളം സ്കൂളിൽ കൊണ്ടുവന്നത് അത് കുടിച്ചിട്ടാണ് വരിക. പിന്നെ വീട്ടിൽ നിന്നും അത്രത്തോളം വെള്ളം വീട്ടിൽ നിന്നും കഴിക്കാറുണ്ട്. 1 ലിറ്ററിൻ്റെ ഒക്കെ അടുത്ത് മിക്കവാറും ദിവസങ്ങളിൽ അവൻ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.